ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ മിലിറ്ററി നഴ്സിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് നിൽക്കുന്നവരാണോ? അതുമല്ലെങ്കിൽ ഇനി അപേക്ഷിക്കാൻ പോകുന്നവരാണോ? രണ്ടാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മിലിറ്ററി നഴ്സിംഗ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പാറ്റേൺ പരിപൂർണമായി മാറിയിരിക്കുന്നു. നാളിതുവരെ 50 ചോദ്യവും 1 മണിക്കൂർ ദൈർഘ്യവുമായിരുന്നു. ഈ 50 ചോദ്യങ്ങളിൽ 15 ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്നും, 15 ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും, 5 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും, 5 ചോദ്യങ്ങൾ അരിത്തമാറ്റിക്സിൽ നിന്നും, 10 ചോദ്യങ്ങൾ ജനറൽ നോളജിൽ നിന്നുമായിരുന്നു. ഇത് എല്ലാം അതിന്റെ ഇരട്ടിയായി വർദ്ധിക്കും. ചോദ്യങ്ങളുടെ എണ്ണം 50-ൽ നിന്ന് 100 ആവും. സമയത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമയവും ക്വസ്റ്റ്യനും എണ്ണം കൂടുമ്പോഴേക്കും നമ്മുടെ പ്രിപ്പറേഷനും അതിനനുസരിച്ച് ദൈർഘ്യം കൂട്ടേണ്ടിയിരിക്കുന്നു. നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങൾ ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ഇനി പറയുന്നത്. മിലിറ്ററി നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തിക ഒരു സ്ഥിരം തസ്തികയാണ്. നമ്മൾ ഒരിക്കൽ ടെസ്റ്റ് എഴുതി സർവീസിൽ കയറിയാൽ പെൻഷൻ ആകുന്നത് വരെ നമുക്ക് അവിടെ സർവീസിൽ തുടരാം. നല്ല ശമ്പളവും ആനുകൂല്യങ്ങളും. ഇനി റിട്ടയർ ചെയ്താൽ പെൻഷനും മറ്റെല്ലാ പെൻഷൻ ബെനിഫിറ്റുകളും നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഈ കോമ്പിനേഷൻ എടുത്ത് +2 പാസ്സായി നിൽക്കുന്നവരാണെങ്കിൽ, അതുമല്ലെങ്കിൽ അവസാന വർഷ പരീക്ഷ എഴുതിക്കൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ നഴ്സിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കണം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഈ പരീക്ഷയ്ക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാമെങ്കിലും നഴ്സിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നതായിരിക്കും അഭികാമ്യം. നിങ്ങൾ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ മാസം 10 ഇനി ഒട്ടും സമയം കളയാനില്ല. എത്രയും വേഗം അപേക്ഷിക്കുക. ഒരു നല്ല ജോലി കരസ്ഥമാക്കുക.